വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈസി ഫ്രൈഡ് റൈസ് കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഇന്നൊരു ഈസി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പിള്ളേർക്ക് ഉണ്ടാക്കുന്ന ഒരു ഈസി ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിള്ളേർക്കും കഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈസി ഫ്രൈഡ് റൈസിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. എഗ്ഗ് ഫ്രൈഡ് റൈസിന് നമുക്ക് എഗ്ഗ് വേണം. ഞാൻ 2 എഗ്ഗ്, ഒരു മിനിറ്റ് വാവച്ചിക്കുട്ട, 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ ഇത്. സ്പ്രിംഗ് ഓണിയൻ, ക്യാരറ്റ്, ഇതിൻ്റെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം കേട്ടോ ഇത്. പിന്നെ കുറച്ച് ഗാർലിക് വേണം. പിന്നെ റൈസ്, ഉപ്പ്, പെപ്പർ, സോയാ സോസ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ സോയാ സോസിന് പകരം ഹോട്ട് സോസ് ആട്ടോ ഒഴിക്കുന്നത്, ചില്ലി സോസ്. പിന്നെ എണ്ണ, പിന്നെ ഞാൻ ഷെഷ്വാൻ ചട്നിയും കൂടെ ചെറുതായിട്ട് ചേർക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ റൈസ് വന്നിട്ട് നമുക്ക് കുറച്ച് വേകാനേ പാടുള്ളൂ. അതായത് ഒരു 80% വേകാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും റൈസ്. സോ നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അവച്ചി എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. സ്പ്രിംഗ് ഓണിയൻ. സോ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ അമ്മ ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കട്ടെ? അവച്ചിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലേ? ഓക്കെ, ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് അവച്ചിക്ക്? ഉണ്ടാക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഗ്യാസ് ഓണാക്കാം, സ്റ്റവ് ഓണാക്കാം. സോ ഇതേ പാത്രം ചൂടായി. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും അടുത്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇത് ചൂടായി പോകും കേട്ടോ. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ അത് നമ്മൾ എണ്ണ ഒഴിച്ചു. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം, പക്ഷേ റിഫൈൻഡ് ഓയിൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടോ. എണ്ണ ചൂടായി ആദ്യം നമ്മൾ ഗാർലിക് എടുത്തിടണം. ഗാർലിക്കും നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗമില്ലേ, ആ ഭാഗവും നമ്മൾ എടുത്തിടണം. അതൊന്ന് ഇടണം. അതിൻ്റെ കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മളപ്പോൾ ഫ്ലെയിം വന്നിട്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇന്നാനി വെയിറ്റിംഗ് ആണ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. സോ അത് നന്നായിട്ടായിട്ടെ നമുക്ക് ഇതായി കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യാരറ്റ് എടുത്തിടണം കേട്ടോ. ക്യാരറ്റ് ഇടാൻ പോവാണേ. ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് അധികം വേവ് പാടില്ല കേട്ടോ. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്ക് അധികം വേവ് പാടില്ല. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇതാകുന്ന വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാനിത് 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റേ പാടുള്ളൂ, കാരണം അധികം വേവ് പാടില്ല. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച എഗ്ഗ് ഇല്ലേ, എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത് വാവച്ചിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ മിക്സ്ഡ് ഫ്രൈഡ് റൈസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പ്രോൺസോ ചിക്കനോ ഏത് വേണമെങ്കിലും വെച്ചാൽ ആഡ് ചെയ്യാം. ഇനി ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സോസ് ഒഴിക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഹോട്ട് സോസാണ് ഒഴിക്കുന്നത്. വേണമെങ്കിൽ സോയാ സോസ് ഒഴിക്കാം. അതിൻ്റെ ടേസ്റ്റ് വാവച്ചി കുട്ടിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സോയാ സോസ് ചേർക്കുന്നില്ല, ഞാൻ ഹോട്ട് സോസ് ഒഴിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഷെഷ്വാൻ ചട്നി ആഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണേ. അങ്ങനെ ഹോട്ട് സോസും ഷെഷ്വാൻ ചട്നിയും ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി റൈസ് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിനകത്ത് ഞാൻ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂക്ഷിച്ച് വേണം ഇളക്കാൻ, കാരണം പതുക്കെ ഇളക്കണം. കാരണം നമ്മൾ
ചോറും ഇതൊന്നും കുഴഞ്ഞു പോകാൻ പാടില്ല. ഫ്രൈഡ് റൈസിന് കുഴഞ്ഞു പോകാണ്ട് ഇരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. സോ നമ്മൾ ഇതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കണം എല്ലാം കൂടി. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം, പിന്നെ പെപ്പർ ആഡ് ചെയ്യണം. സോ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പും പെപ്പറും ആഡ് ചെയ്യാൻ പോവാണേ. അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, അതും കൂടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്തല്ലോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വേണം നമുക്കിതൊന്ന് ഉപ്പും എല്ലാത്തിനും ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഇത് കുഴയാണ്ട് നമ്മൾ മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ തടീൻ്റെ കഷ്ണം, ഐ മീൻ തടീൻ്റെ തവി ഉപയോഗിക്കുക. സ്റ്റീലിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു പോകും. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഉപ്പുണ്ടോ നോക്കി തരുമോ മമ്മിക്ക്? ഊരി തരാം. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഉപ്പൊക്കെ കറക്റ്റല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാം ചൂടോടെ. നമുക്ക് എപ്പോഴും ഫ്രൈഡ് റൈസ് ചൂടോടെ വേണം കഴിക്കാൻ, അല്ലെങ്കിൽ ടേസ്റ്റ് പോകും. സോ നമുക്കിത് ചൂടോടെ ഒന്ന് കഴിക്കാം. ഓക്കെ, അമ്മ വെള്ളം പെട്ടേന്നാ. ഇനി ഇതൊക്കെ എടുത്ത് ക്ലീൻ ആക്കണം, അതാണ് അടുത്ത പണി അല്ലേ വാവച്ചി? സോ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വെക്കാം, എന്നിട്ട് കഴിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചില്ലി ചിക്കനോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള കഴിക്കാം. എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് ഇഷ്ടം, ചില്ലി ചിക്കൻ. വാവച്ചിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്താണ് ഇഷ്ടം? വാവച്ചിക്ക് ചിക്കൻ കറിയാണോ ഇഷ്ടം ഇതിൻ്റെ കൂടെ? ഇതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഏത് കറിയാണ് ഇഷ്ടം? സാമ്പാറോ? ചിക്കൻ കറി അല്ലേ നല്ലത് ഇതിൻ്റെ കൂടെ? ഓക്കെ, അപ്പം ഇനി വാവച്ചി കഴിച്ച് നോക്കട്ടാ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടാറിട്ട് കഴിക്ക്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നന്നായിട്ടുണ്ട്, അടിപൊളി ഫ്രൈഡ് റൈസാണ്. ഇതിനകത്ത് ഞാൻ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും. വാവച്ചയ്ക്ക് ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തില്ല. പിന്നെ സോയാ സോസും അതും നല്ല ടേസ്റ്റ് ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയത് വാവച്ചയ്ക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കറിയാണ് കഴിക്കാൻ പോകുന്നത്. സോ ചിക്കൻ കറി ചൂടാക്കിയിട്ട് ഇത് കഴിച്ച് നോക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചൂടാറിയോ ഫുഡ്? ചൂടാറിയോ? കഴിച്ചു നോക്കിയടാ കണ്ണാ. നല്ലതാണോ? ഓക്കെ, ഗുഡ് ഗേൾ. കഴിച്ചോട്ടോ. ഇങ്ങനെ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലതെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ മനസ്സിലൊരു സുഖം. അപ്പോൾ ഞാനും ഫ്രൈഡ് റൈസ് കഴിക്കാം. ചിക്കൻ കറി കൊണ്ടുവരാം കേട്ടോ. ടാറ്റ പറഞ്ഞോ? അപ്പം കഴിക്കാം. ബൈ ബൈ പറഞ്ഞോ.